മഹാനായ ഇമാം ഷഅറാനി റളിയല്ലാഹു അൻഹുവിന്റെ തുബഖാത്ത് സുഗറയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു വിഷയമാണ്. തുബഖാത്തിലും ലതായിഫിലും എല്ലാം ഇത് സംബന്ധമായ അനവധി വിശദീകരണങ്ങളും അനുഭവ സമ്പത്തുകളും യാഥാർത്ഥ്യങ്ങളും ഇനിയും കാണാൻ കഴിയും. ബഹുമാനപ്പെട്ട ഇമാം ഷഅറാനി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, അഖ്ബറനി ശൈഖ് സുലൈമാനുൽ ഖുലൈരി റളിയല്ലാഹു അൻഹു ഖാൽ, എന്നോട് സുലൈമാനുൽ ഖുലൈരി റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്താണ്? ബൈന അന ജാലിസുൻ ഫിൽ ഖുലൈരിയ അലാ ബാബിൽ ഇമാം ശാഫിഈ, ഖുലൈരിയ സ്ഥാപനത്തിൽ ഇമാം ശാഫിഈ റളിയല്ലാഹുവിന്റെ പേരിലുള്ള കവാടത്തിങ്കിൽ ഞങ്ങൾ ഇരിക്കുന്ന സാഹചര്യം, ഞാൻ ഇരിക്കുന്ന സാഹചര്യം. ഇത് റഅയ്തു ജമാഅത്തൻ അലൈഹിം ബയാലുൻ വഅലാ റൂസിഹിം ഖമാമത്തുൻ മിൻ നൂരിൻ, ഇത് അന്നേരത്തെ റഅയ്തു ഞാൻ കണ്ടു ജമാഅത്തൻ ഒരു സംഘത്തെ. ഞാൻ ഖുലൈരിയ സ്ഥാപനത്തിൽ ബാബുൽ ഇമാം ശാഫിഈയുടെ അടുത്തിങ്ങനെ ഇരിക്കുകയാണ് ഒരിക്കൽ എന്റെ ജീവിതത്തിൽ ഒരു അനുഭവം. അപ്പോൾ ഞാൻ ദൂരെ ഒരു സംഘം ഇങ്ങനെ വരുന്നത് കണ്ടു. അലൈഹിം ബയാലുൻ, ഒരു പ്രത്യേകമായ വെള്ളവസ്ത്രം അവർ ധരിച്ചിട്ടുണ്ട്. വഅലാ റൂസിഹിം ഖമാമത്തുൻ മിൻ നൂരിൻ, ഒരു പ്രത്യേകമായ പ്രകാശ ആവരണം അവരെ പൊതിഞ്ഞിട്ടുമുണ്ട്. ഒരു പ്രത്യേക പ്രകാശ ആവരണം അവരെ പൊതിഞ്ഞിട്ടുണ്ട്. അവരുടെ തലക്ക് മുകളിൽ ഒരു ദിവ്യപ്രകാശത്തിന് ഒരു ആവരണം ഉള്ളത് പോലെയും ഞാൻ കണ്ടു. ഞാൻ ഉറങ്ങല്ല, ഞാൻ ഇരിക്കുകയാണ്. ഞാൻ ഇരിക്കുകയാണ്, യഖ്ലത്തിലാണ്, ഉറക്കല്ല. യഖ്സുദൂനി, അവരെല്ലാം എന്നെ ഉദ്ദേശിച്ചു വരികയാണ്. മിൻ നാഹിയത്തിൽ ജബലി, അകലെയുള്ള പർവ്വതത്തിന്റെ ഭാഗത്ത് നിന്ന്. അപ്പോൾ ആ കുന്നിന്റെ ഏരിയന്ന് ഒരു സംഘം ആളുകൾ വരുന്നത് ഞാൻ കണ്ടു. ഞാൻ അങ്ങനെ ഖുലൈരിയ സ്ഥാപനത്തിൽ ബാബുൽ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു, ഇമാം ഷാഫിയുടെ ഓർമ്മയ്ക്ക് വേണ്ടിയുള്ള കവാടത്തിനടുത്ത് ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോഴാണ് ഇവർ വരുന്നത് ഞാൻ കണ്ടത്. ദൂരെ ഒരു കുന്നിന്റെ, ഒരു മലയുടെ മുകൾ ഭാഗത്ത് അവർ താഴെ ഇറങ്ങി വരികയാണ്. യഖ്സുദൂനി, എന്നെ ഉദ്ദേശിച്ച് വരികയാണ്, എന്നെ തേടി വരികയാണ് ഒരു സംഘം. ആ സംഘത്തിന് പ്രത്യേകതയുണ്ട്. അനിതര സാധാരണമായ മനോഹരമായ വെള്ളവസ്ത്രം അവർ അണിഞ്ഞിട്ടുണ്ട്. വല്ലാത്ത വെളുപ്പ് അവരിലുണ്ട്. മാത്രമല്ല ഒരു പ്രത്യേകമായ പ്രകാശത്തിന്റെ ആവരണം അവരെ തലയെ ബാധിച്ചിട്ടുമുണ്ട്. തലക്ക് മുകളിലുണ്ട്, തലയെ പൊതിഞ്ഞിട്ടുണ്ട്. ഫലമാ ഖറബ മിന്നി, അങ്ങനെ അവർ വന്ന് എന്റെ അടുത്തെത്തി. ഫഇദാ ഹുവ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഅസ്ഹാബുഹു, അപ്പോൾ ഹബീബായ നബിയും സ്വഹാബികളുമാണ്. നൂറ്റാണ്ടുകൾ അലവധി കഴിഞ്ഞിട്ടുള്ള സംഭവമാണ് ഈ പറയുന്നത്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായി നൂറ്റാണ്ടുകൾ അനവധി കഴിഞ്ഞിട്ടാണല്ലോ തബഖാത്തിന്റെ മുഅല്ലിഫായ ലോകം കണ്ട ഇമാം ഷഅറാനി റളിയല്ലാഹു അൻഹു ജനിക്കുന്നത് തന്നെ. ഇമാം ഷഅറാനി തങ്ങൾ പറയുക, ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന ആളുകളായതുകൊണ്ടാണ് അവരെ ഞാൻ പ്രത്യേകമായി എടുത്തുദ്ധരിക്കുന്നത്. പരക്കെ സാധാരണ താരീഖുമായി ബന്ധപ്പെടാത്ത ആളുകൾ, സാധാരണക്കാർ അറിയാത്ത ആയിരക്കണക്കായ ഇമാമികളുടെ ചരിത്ര ഈ വിഷയത്തിലുണ്ട്. പക്ഷേ അത് അറിയാത്ത ഒരാളായി പോകരുതെന്ന് വിചാരിച്ചിട്ടാണ്. ഇതിന്റെ ആദ്യ ഭാഗത്തെല്ലാം പറഞ്ഞ് ഇതുവരെ പറഞ്ഞതെല്ലാം ഒരു വലിയ മഹത്തുക്കളാണ്, ലോകം അറിയുന്നവരാണ്. ഇനിയും പറയാനുമുണ്ട്. അങ്ങനെ അവരിങ്ങനെ മലയുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ വന്ന് എന്റെ അടുത്തെത്തി. അപ്പോൾ മല ഇറങ്ങി വരുന്നത് ഹബീബായ നബിയാണ്. നബിയുടെ സ്വഹാബികളുമാണ്. നബിയും സ്വഹാബികളുമാണ് മല ഇറങ്ങി വന്നത്, എന്നെ തേടി വരുന്നത്. നബിയുണ്ട്, സ്വഹാബികളുണ്ട്, പലരുണ്ട്. സഹാബത്ത് സിദ്ദീഖ്, ഫാറൂഖ്, ഉസ്മാൻ, അലി പോലെയുള്ള മഹത്തുക്കൾ, അവരൊക്കെയാണല്ലോ അസ്ഹാബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവരിങ്ങനെ വരുന്നുണ്ട്. ഫഖബ്ബൽതു യദഹു, എന്റെ അടുത്തെത്തിയപ്പോൾ ഉടനെ ഞാൻ ഓടിച്ചെന്ന് അവിടുത്തെ കൈ ചുംബിച്ചു മുത്തുനബിയുടെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫഖാല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറഞ്ഞു, ഇംളി മഅന, ഞങ്ങളുടെ കൂടെ വാ, ഇല റൗള, റൗളയിലേക്ക് വാ എന്ന് പറഞ്ഞു. നൂറ്റാണ്ടുകൾ അനവധി കഴിഞ്ഞിട്ടാണ് ഈ സംഭവം. നബിയും സഹാബത്തും മല ഇറങ്ങി വന്നു. ഞാൻ സ്ഥാപനത്തിന്റെ വാതിൽക്കൽ ഇരിക്കുക. എന്റെ അടുത്തെത്തിയപ്പോ പറഞ്ഞു, ആ വേ വാ 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 വാ, നമുക്ക് റൗളയിലേക്ക് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പോയി. അപ്പോൾ ഞാൻ നബിയുടെ കൂടെ പോയി. ഇലാ ബൈത്ത് ഷെയ്ഖ് ജലാലുദ്ദീൻ, ഷെയ്ഖ് ജലാലുദ്ദീന്റെ വീട്ടിലേക്കാണ് നബി പോയത്. ഞാൻ നബിയോടൊപ്പം നടന്നു. ഞാൻ ഖുലൈരിയ വിട്ടിറങ്ങി. ബഹുമാനപ്പെട്ടവരുടെ പറയാണ്, ആരാ ഇത് പറയുന്നത്? സുലൈമാൻ ഖുലൈരി പറയുകയാണ്. അവർ പറയുന്നതായി ഇമാം ഷഅറാനി ഉദ്ധരിക്കുകയാണ്. ഞാന്
അങ്ങനെ സ്ഥാപനം വിട്ടിറങ്ങി. സുലൈമാൻ ഖുദൈരി പറയുന്നു, ഞാൻ സ്ഥാപനം വിട്ടിറങ്ങി, ഞാൻ നടന്നു, നബിയുടെ കൂടെ നടന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഷെയ്ഖ് ജലാലുദ്ദീന്റെ വീട്ടിലേക്കാണ് ഹബീബ നബി പോയത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ഞാനും നബിയുടെ കൂടെ കൂടി ഷെയ്ഖ് ജലാലുദ്ദീന്റെ വീട്ടിലെത്തി. ഫഖറജ ഇലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹിനെ കണ്ട ഉടനെ ഷെയ്ഖ് ജലാലുദ്ദീൻ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നു. ഷെയ്ഖ് ജലാലുദ്ദീൻ വന്നിട്ട് ഹബീബ നബിയുടെ കൈ ചുംബിച്ചു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വസല്ലമ അലാ അസ്ഹാബിഹി, ഹബീബ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും. فخرج الى النبي صلى الله عليه وسلم وقبل يده وسلم على اصحابه. അങ്ങനെ നബിക്കും സ്വഹാബത്തിനുമെല്ലാം സലാം പറഞ്ഞു. അങ്ങനെ അവരെ എന്ത് ചെയ്തു? നേരെ വന്ന് ثم ادخله الدار. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൈപിടിച്ച് വീട്ടിൽ കയറ്റി. ഞാൻ ബാക്കിലുണ്ട്. സുലൈമാൻ ഖുദൈരി പറയാ, ഞാൻ ബാക്കിലുണ്ട് റളിയല്ലാഹു അൻഹു. ആരുടെ ബാക്കിൽ? ഹബീബായ നബി ഉണ്ട്. ഷെയ്ഖ് ജലാലുദ്ദീന്റെ വീട്ടിലേക്ക് ഷെയ്ഖ് ജലാലുദ്ദീൻ കൈപിടിച്ച് നബിയെ കയറ്റി സല്ലല്ലാഹു അലൈഹി വസല്ലം. وجلس بين أصحابه وجلس بين يديه. ഷെയ്ഖ് ജലാലുദ്ദീൻ നേരെ എന്ത് ചെയ്തു? ഹബീബ നബിയുടെ മുന്നിൽ വന്നിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. മുസ്തഫ നബിയുടെ മുന്നിൽ വന്നിരുന്നു. റസൂലുള്ളാഹിനെ വീട്ടിൽ കയറ്റി ആദരിച്ചിരുത്തി. റസൂലുള്ളാഹിന്റെ മുന്നിൽ വീട്ടുകാരനായ ഷെയ്ഖ് ജലാലുദ്ദീനും ഇരുന്നു. ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. എന്താ ഒരു അത്ഭുതം! ഞാനുണ്ട്. സുലൈമാൻ ഖുദൈരി പറയാണ്, ഞാനുണ്ട്. ഷെയ്ഖ് ജലാലുദ്ദീന്റെ വീട്ടിൽ നബി എത്തി, ആ സഹാബി എത്തി. നൂറ്റാണ്ടുകൾ അനവധി കഴിഞ്ഞു. ഇവരൊക്കെ മരിച്ചോരാ. ഞാനും ഷെയ്ഖ് ജലാലുദ്ദീനും ജീവിക്കണോരാ. നബിയും സഹാബത്തും മരിച്ചോരാ. മരിച്ചോര് വന്നു, മലയിറങ്ങി വന്നു. നബിയെ കിട്ടിയപ്പോൾ ഷെയ്ഖ് ജലാലുദ്ദീന് വലിയ സന്തോഷം. ചില ഹദീസുകളിൽ സംശയം തീർക്കണം. നബി വന്നതല്ലേ, നൂറ്റാണ്ടുകൾ അനവധി കൊല്ലങ്ങൾക്കും ഈ വാക്കുകളൊക്കെ പറഞ്ഞ മുത്തുനബി മുന്നിലെത്തിയപ്പോൾ ഷെയ്ഖിന് സന്തോഷമായി. എന്താ സന്തോഷം? ഹദീസിന്റെ സംശയം തീർക്കുക. അപ്പൊ സാറ ഷെയ്ഖ് ജലാലുദ്ദീൻ യസ്അലു നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ ബഅദിൽ അഹദീസ്. ചില ഹദീസുകളെ കുറിച്ച് ഷെയ്ഖ് ജലാലുദ്ദീൻ നബിയോട് ചോദിച്ചുകൊണ്ടേയിരുന്നു. വഹുവ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ. ഓരോ ഹദീസിന്റെ സംശയം തീർത്തു കൊടുക്കുമ്പോഴും നബി പറയും, ഹാത്തിയ ഷെയ്ഖ് സുന്ന. ഹദീസിന്റെ ഷെയ്ഖ് അടുത്ത ഹദീസ് പറയേ, നീ എന്താ അംശം പറയേ, ഞാൻ ശരിയാക്കി തരാ. ഞങ്ങൾ അവിടെ എങ്ങനെ ഞങ്ങളെല്ലാവരും ചുറ്റിരുന്നു. സ്വഹാബത്തുണ്ട്, മരിച്ചുപോയ സ്വഹാബത്ത് ജീവിച്ച് നബിയുടെ കൂടെ ഉണ്ട്, ഞാനും ഉണ്ട്. ഷെയ്ഖ് ജലാലുദ്ദീൻ സംശയം തീർക്കുക നബിയോട്. ഓരോ ഹദീസ് കഴിയുമ്പോഴും നബി പറയും, യാ ഷെയ്ഖ് സുന്ന ഹാത്ത് ഉണ്ടോ, അടുത്ത ഹദീസോടെ എടുക്ക്, നീ അതാ അംശം പറയേ, ഇന്ന് സംശയം തീർത്തിട്ടേ ഞാൻ പോകുന്നുള്ളൂ എന്ന് മുത്തു മുഹമ്മദ് മുസ്തഫ എന്ന അർത്ഥത്തിൽ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് തബഖാത്ത് സുഗറയിൽ ഇമാം ഷഅറാനി രേഖപ്പെടുത്തിയിട്ടുണ്ട് റളിയല്ലാഹു അൻഹു. ആരിൽ നിന്ന്? ഷെയ്ഖ് സുലൈമാൻ ഖുദൈരിയിൽ നിന്ന് റളിയല്ലാഹു അൻഹു. സംശയം തീർക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ പറയുന്നത്. ഇതൊന്നും ലോകത്തൊരു പ്രയാസമുള്ള കാര്യമല്ല. ഒരു പ്രയാസവും ഇല്ല, ഇതിലൊന്നും ഒരു പ്രയാസവും ഇല്ല. ഹിജ്റ 6-ാം നൂറ്റാണ്ടിൽ ജീവിച്ച മഹാനാണ് ബഹുമാനപ്പെട്ട സുൽത്താനുൽ ആരിഫീൻ അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു. ഹിജ്റ 6-ാം നൂറ്റാണ്ടിലാണ് ബഹുമാനപ്പെട്ട അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു ജീവിക്കുന്നത്. ബഹുമാനപ്പെട്ട ഒരു ഹജ്ജിന് പോയി റളിയല്ലാഹു. ഏകദേശ ഗ്രന്ഥങ്ങളെല്ലാം ഈ സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏകദേശ കിതാബുകളിലൊക്കെ ഉണ്ട്, അനവധി ഗ്രന്ഥങ്ങളിലുണ്ട്. ഇമാം യാഫിഈ ഈ സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇമാം ഹാഫിദ് ജലാലുദ്ദീൻ സുയൂത്തി ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. യൂസുഫ് നബഹാനി ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് റഹ്മത്തുള്ളാഹി അലൈഹിം. ഇവരെല്ലാം ഈ ഹദീസ്, ഈ സംഭവം, ഈ ഹദീസല്ല, ഈ സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹിജ്റ 6-ാം നൂറ്റാണ്ടിൽ ജീവിച്ച മഹാനാണ് ആര്? സുൽത്താനുൽ ആരിഫീൻ അഹ്മദുൽ കബീർ അരിഫായി റളിയല്ലാഹു അൻഹു. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സാധാരണ യഖ്ളത്തിൽ കാണുന്ന മഹാനായിരുന്നു ബഹുമാനപ്പെട്ട അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു. ഒരിക്കൽ ഹജ്ജിന് വന്ന, ഹജ്ജ് കഴിഞ്ഞ് മദീനത്ത് വന്നു. ഒരിക്കൽ ഹജ്ജിന് പോയി ഹജ്ജ് കഴിഞ്ഞ് മദീനത്ത് വന്നു. ആര്? അഹ്മദുൽ കബീർ റിഫായി. ഹജ്ജ് കഴിഞ്ഞ് മദീനത്ത് വന്നു അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു. ഇത് ഈ സംഭവം ബഹുമാനപ്പെട്ട ഹാഫിദ് ജലാലുദ്ദീൻ സുയൂത്തി ഇമാം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ബഹുമാനപ്പെട്ട അല്ലാമ യൂസുഫ് നബഹാനി റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ഇമാം യാഫിഈ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഒരുപാട് കിതാബുകളിൽ ഈ സംഭവം ഉണ്ട്. അതായത് കേട്ട വർത്താനല്ല. തൻബീഹുൽ ഹുലുഖ് എന്ന തന്റെ ഗ്രന്ഥത്തിൽ ഈ സംഭവം ബഹുമാനപ്പെട്ട ഇമാം ജലാലുദ്ദീൻ സുയൂത്തി റളിയല്ലാഹു അൻഹു അടക്കം രേഖപ്പെടുത്തിയിട്ടുണ്ട്.
ഹജ്ജ് കഴിഞ്ഞു മദീനത്തേക്ക് വന്നു. ആര്? അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു എന്നിട്ട് പറഞ്ഞു, നബിയേ, ഇന്ന് ഞാൻ അങ്ങനെയൊന്നും ഇവിടുന്ന് പോകൂല, ഞാൻ ആ കയ്യണ്ട് കിട്ടണം, ശരിക്ക് കൈ കിട്ടണം, എനിക്ക് ആ കൈ ചുംബിക്കണം, അല്ല പോകൂല. ഞാൻ സാധാരണ ഈ മണ്ണ് ചുംബിച്ചു പോകുന്നത് പോലെ ഇന്ന് പോകില്ല. فهذه نوبة الأشباح إذا حضرت فامدد يديك لكي تحظى بها شفتي. പരിശുദ്ധ ഖബർ ശരീഫിന്റെ മുകളിലേക്ക് ആ കയ്യൻ ഇട്ടേരണം, എനിക്കത് ചുംബിക്കണം, അല്ലാതെ ഞാൻ പോവില്ല. فأخرج النبي صلى الله عليه وسلم من قبره الشريف. ഷറഫാക്കപ്പെട്ട ഖബറിൽ നിന്ന് കൈ പുറത്തേക്ക് ഇട്ടു മുഹമ്മദ് മുസ്തഫ. ഫറആഹ, ആ കൈ ബഹുമാനപ്പെട്ട അഹ്മദുൽ കബീർ കാണുകയും ചുംബിക്കുകയും ചെയ്തു. വ അസ്ഹാബുഹു, അനവധി ആളുകളും, മൻ ഹളറ, അപ്പോൾ ആ അവിടെ സിയാറത്തിലുണ്ടായിരുന്ന അനവധി ആളുകളും ഈ സംഭവം കണ്ടു എന്ന് അനവധി മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അനവധി ആളുകൾ ഈ സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഅഖറജ യദഹു, തന്റെ കൈ പുറത്തേക്ക് ഇട്ടു. മിൻ ഖബരിഹി ശരീഫ്, ഷറഫാക്കപ്പെട്ട ഖബറിൽ നിന്ന് കൈ പുറത്തേക്ക് ഇട്ടു മുത്തു മുഹമ്മദ് മുസ്തഫ. ഫഖബ്ബല യദഹു, ആ ഷറഫാക്കപ്പെട്ട യദിനെ ബഹുമാനപ്പെട്ട മഹാനായ അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു ചുംബിച്ചു. ഫറആഹ, ആ കൈ അഹ്മദുൽ കബീർ റിഫായി കണ്ടു, ചുംബിച്ചു. വമൻ ഹളറ, അവിടെ കൂടിയവരും കണ്ടു. ഇത് ലോകത്തെ അഹ്ലുസുന്നയുടെ ഉലമാക്കൾ അനവധി ഉദ്ധരിച്ച ഒരു മഹാസംഭവമാണ്. ആരിൽ നിന്നാണ് ഉദ്ധരിക്കുന്നത്? അഹ്മദുൽ കബീർ റിഫായിയിൽ നിന്ന് റളിയല്ലാഹു അൻഹു. അവരുടെ മനാഖിബിലെല്ലാം ഈ സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവരുടെ മനാഖിബിൽ ഈ സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആർക്കത് നിഷേധിക്കാൻ കഴിയും? നൂറ്റാണ്ടുകൾ അനവധി. വഫാത്തായി ഹിജ്റ 6-ാം നൂറ്റാണ്ടിലാണ് ആര്? ഇമാം റിഫായി. ഷെയ്ഖ് റിഫായി റളിയല്ലാഹു അൻഹു ജീവിച്ച കാലേതാ? 6-ാം നൂറ്റാണ്ട്. മുത്തുനബിയോ 1-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ വഫാത്തായി. 6-ാം നൂറ്റാണ്ടിലാണ് ഈ സംഭവം നടക്കുന്നത്. ഹിജ്റ 6-ാം നൂറ്റാണ്ടിലാണ് ഈ സംഭവം നടക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കി ദൈർഘ്യം എത്ര? പക്ഷെ അതൊന്നും അള്ളാന്റെ ആരിഫ്യങ്ങൾക്ക് നേരിട്ട് നബിയെ കാണാൻ ഒരു പ്രയാസമില്ല. ഇത് രണ്ട് കാര്യം മനസ്സിലാക്കാൻ. കണ്ടു എന്ന് മനസ്സിലായി. എന്ത് കേവലം ഒന്നല്ല, ഒരു കൈ, ആ കൈ ചുംബിച്ചു. രണ്ട് സംഭവം. അതായത് ഒരു പ്രകാശത്തിന്റെ കൈയാണെങ്കിൽ, ഒരു പ്രത്യേകമായ അവസ്ഥയിലാണെങ്കിൽ പോലും അത് ചുംബിക്കാവുന്ന ഒരു സംഗതി തന്നെയായി മുന്നിൽ നിന്നു. ബഹുമാനപ്പെട്ട സുലൈമാൻ ഖുദൈരി തങ്ങൾ പറഞ്ഞ സംഭവം ഇവിടെ ഉണ്ടല്ലോ. ആ കൈ ഞാൻ ചുംബിച്ചു. പിന്നെ ആരും ചുംബിച്ചു? ഷെയ്ഖ് ജലാലുദ്ദീനും ചുംബിച്ചു. ആരാ പറഞ്ഞത്? സുലൈമാൻ ഖുദൈരി റളിയല്ലാഹു അൻഹു. ആരാ ഉദ്ധരിച്ചത്? ആദ്യത്തത് ഇമാം ഷാറാനി, രണ്ടാമത്തതോ ഇമാം സുയൂത്തി. അപ്പോൾ നമ്മൾ ചിന്തിക്കണം, ഇങ്ങനെയുള്ള സംഭവങ്ങൾ അനവധിയാണ്. ബഹുമാനപ്പെട്ട അഹ്മദുൽ ഫാറൂഖ് സർഹിന്ദി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ മകനായ മുഹമ്മദ് മഅ്സൂം റഹ്മത്തുള്ളാഹി അലൈഹിയിൽ നിന്ന് ഒരു സംഭവം കഴിഞ്ഞ 6-ാം പ്രഭാഷണത്തിൽ ഞാൻ ഉദ്ധരിച്ചിരുന്നു. ഒരു സംഭവം കൂടെ പറയാം. ആരാ ഉദ്ധരിക്കുന്നത്? ബഹുമാനപ്പെട്ട അൽ-ഇമാം യൂസുഫ് നബഹാനി റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ ജാമിഉ കറാമാത്തിൽ ഔലിയായിൽ ഈ സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്താ പറയുന്നത്? ബഹുമാനപ്പെട്ടവർ പറയും, ഖാല റളിയല്ലാഹു അൻഹു, മുഹമ്മദ് മഅ്സൂം റളിയല്ലാഹു അൻഹു പറഞ്ഞു, അഹ്മദുൽ ഫാറൂഖ് സർഹിന്ദി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ മകനായ മുഹമ്മദ് മഅ്സൂം എന്നവർ പറഞ്ഞു, ദഖൽതുൽ മദീനത്തുൽ മുനവ്വറ, ഞാൻ മദീനത്തുൽ മുനവ്വറയിൽ പ്രവേശിച്ചു. ഒരു പറയാണ്, അതായത് നേരെ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു ഉണ്ടായ വേറെ അനുഭവം, അതുപോലത്തെ വേറെ അനുഭവം. അഹ്മദുൽ ഫാറൂഖ് സർഹിന്ദി റഹ്മത്തുള്ളാഹി അലൈഹി 2-ാം സഹസ്രാബ്ദത്തിന്റെ മുജദ്ദിദാണ് ആര്? അഹ്മദുൽ ഫാറൂഖ് സർഹിന്ദി. അവരുടെ മകനാണ് മുഹമ്മദ് മഅ്സൂം അവര് റളിയല്ലാഹു അൻഹു. അവർ പറയാ, ഞാൻ മദീനയിൽ ചെന്നു റളിയല്ലാഹു അൻഹു. ഫലമ്മ വഖഫ്തു തിൽഖാ അൽ വജ്ഹി, ഞാൻ ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഖബർ ഷരീഫിന്റെ നേരെ മുന്നിൽ പോയി നിന്നപ്പോൾ റഅയ്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദ് ഖറജ മിനൽ ഹുജ്റത്തിൽ മുതഹറ, റസൂലുള്ളാഹി റൗളയിൽ നിന്ന് ഇറങ്ങി വന്ന് ആനക്കനി, എന്നെ കഴുത്തിൽ കഴുത്തിട്ട് ചുംബിച്ചു. ആരാ എഴുതുന്നത്? ഇമാം യൂസുഫ് നബഹാനി. ഇത് സുന്നികൾക്ക് നിശ്ചയിക്കാൻ കഴിയില്ലല്ലോ, മറ്റൊരു പറ്റി വർത്താനല്ലേ, സുന്നികൾക്ക് നിശ്ചയിക്കാൻ കഴിയില്ല. അല്ലാമ യൂസുഫ് നബഹാനി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു. ആരെ തൊട്ടാ പറയുന്നത്? മുഹമ്മദ് മഅ്സൂമിനെ തൊട്ട്. ആരെ? മുഹമ്മദ് മഅ്സൂം ബഹുമാനപ്പെട്ട മഹാനായ അഹ്മദുൽ ഫാറൂഖ് സർഹിന്ദി റളിയല്ലാഹു അൻഹുവിന്റെ പൊന്നുമോൻ, നക്ഷബന്ദി ത്വരീഖത്തുകാരൻ. നക്ഷബന്ദിയത്തെ സ്വീകരിച്ചതോ സ്വന്തം പിതാവിൽ നിന്ന്. അഹ്മദുൽ ഫാറൂഖ് സർഹിന്ദി റളിയല്ലാഹു അൻഹുവിന്റെ നക്ഷബന്ദിയ ത്വരീഖത്തിനെ സ്വീകരിച്ചു ആര്? മഹാനായ മുഹമ്മദ് മഅ്സൂം. അവർ പറയാ, ഞാൻ മദീനയിൽ ചെന്നു, ഞാൻ റസൂലുള്ളാഹിയുടെ
ആ പരിശുദ്ധ വജ്ഹു ഷരീഫിന്റെ ചെറുപ്പാക്കട്ട മുഖത്തിന്റെ കണക്കാക്കി ഞാൻ പോയി നിന്നപ്പോൾ റഅയ്തു നബിയ, നൂറ്റാണ്ട് അനവധി കഴിഞ്ഞിട്ടുള്ള സംഭവം. 2-ാം സഹസ്രാബ്ദത്തിന്റെ പരിഷ്കർത്താവാണ് ബഹുമാനപ്പെട്ട അഹ്മദുൽ ഫറൂഖ് എന്ന് മനസ്സിലാക്കണം. അവരെ മകൻ മുഹമ്മദ് മഅസൂമിനുണ്ടായ അനുഭവമാണിത് റളിയല്ലാഹു അൻഹു. ഹബീബായ നബി എന്ത് ചെയ്ത്? റഅയ്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ ഹബീബായ നബിയെ കണ്ടു. ഖദ് ഖറജ, റസൂലുള്ളാഹി ഇറങ്ങി വന്നു. മിനൽ ഹുജ്റത്തിൽ മുത്തഹറ, ശറഫാക്കപ്പെട്ട റൗളത്തു ശരീഫിൽ നിന്ന് നബി ഇറങ്ങി വന്നു. വഅനഖനി, എന്നെ കഴുത്തിൽ കഴുത്തിട്ട് ചുംബിച്ചു. മുആനഖത്ത്, കൈ തരുവല്ല, കഴുത്തിൽ കഴുത്തിട്ട് ചുംബിച്ചു നബി. നൂറ്റാണ്ടുകൾ അനവധി കഴിഞ്ഞ് ഒരു പ്രത്യേകമായ ഒരു ചേർച്ച എനിക്ക് ഹബീബായ നബിയുമായി ഉണ്ടായി, കരസ്ഥമായി. വല്ലാതെ കഴുത്തിൽ കഴുത്തിട്ട് ചുംബിച്ചേ പുണ്യ മുഹമ്മദ് മുസ്തഫ. വല്ലാത്തൊരു സുഗന്ധം, വല്ലാത്തൊരു സൗഗന്ധികം, വല്ലാത്തൊരു അവസ്ഥ എനിക്കുണ്ട്. പിന്നെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെയും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെയും ഭാഗത്തേക്ക് നീങ്ങി നിന്നു. വശാഹത്തു വഖത ഇദിൻ, അപ്പോൾ ഞാൻ കണ്ടു അലയ്യ, എന്റെ മേൽ ഖിൽഅതൻ സഫ്റാ, ഒരു മഞ്ഞ, ഒരു പ്രത്യേകമായ വസ്ത്രം. ഫഅലിംതു, അപ്പോൾ ഞാൻ മനസ്സിലാക്കി അന്നഹ, അതൊരു സംഭാവന തന്നതാണ്. മിൻ ഹളറത്തി ഉമറ, ഉമർ ഇബ്നുൽ ഖത്താബ് എനിക്കൊരു വസ്ത്രം തന്നു, ഒരു മേൽവസ്ത്രം തന്നു, ഒരു മഞ്ഞ മേൽവസ്ത്രം. നൂറ്റാണ്ട് അനവധി കഴിഞ്ഞിട്ട് പിന്നെ നോക്കുമ്പോൾ അതിന്റെ മേലെ ഒരു ചുവന്ന ആദരവിന്റെ വസ്ത്രവും. ആദ്യം എന്നെ പൊന്നാട് അണിയിക്കും പോലെ എന്നെ ഒരു മഞ്ഞ വസ്ത്രം കൊണ്ട് മൂടി ആര്? ഉമർ ഇബ്നുൽ ഖത്താബ്. പിന്നെ എന്റെ ഒരു ചുവന്ന വസ്ത്രം കൊണ്ട് മൂടി ആര്? ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ. ഫഅലിംതു, ചുവന്ന മേൽവസ്ത്രം വന്നപ്പോൾ എനിക്ക് മനസ്സിലായി അന്നഹ മിൻ ഹളറത്തി സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഭാഗത്തുനിന്ന്. സുമ്മ ഇൻദൽ ഇൻസിറാഫി, പിന്നെ ഞാൻ സിയാറത്ത് കഴിഞ്ഞ് മടങ്ങി പോരുമ്പോൾ ശുരിഫ്തു ബിൽ ഖിൽഅത്തിൽ ആലിയത്തിൽ ഖദറ, ഒരു പച്ച വസ്ത്രം എൻ്റെ മേലങ്ങട്ട് ഇട്ടു. ആര്? ഉൽഹിംതു, എനിക്ക് ഇൽഹാമും കിട്ടി. അന്നഹ മിൻ സയ്യിദിൽ മുർസലീൻ അന്നബി മുഹമ്മദിൻ സല്ലല്ലാഹു. ഉൽഹിംതു, എനിക്ക് ഇൽഹാം കിട്ടി. ആരാ എഴുതുന്നത്? മുഹമ്മദ് മഅസൂമിനെ തൊട്ട് ഉദ്ധരിക്കുന്നത് ആരാ? ലോകം കണ്ട മുതഅഖിരീങ്ങളായ പണ്ഡിതന്മാരിൽ ലോകം കണ്ട പണ്ഡിതനായ യൂസുഫ് നബഹാനി റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ ജാമിഉൽ ഖറാമത്തിൽ ഔലിയാക്കി. അതായത് റസൂലുള്ളാഹി എന്നെ ചുംബിച്ചു എന്ന് മാത്രമല്ല, എനിക്ക് വല്ലാത്തൊരു മേൽവസ്ത്രം നബി തന്നു. സിദ്ദീഖും തന്നു, ഫാറൂഖും തന്നു. ഫാറൂഖ് ഒരു മഞ്ഞ വസ്ത്രം, പിന്നെയോ സിദ്ദീഖ് ഒരു ചുവന്ന വസ്ത്രം. ഹബീബായ നബിയോ മിനൽ ഖിൽഅത്തിൽ ഖദ്റാ, ഒരു പച്ച അലങ്കാര വസ്ത്രം, ഒരു സ്ഥാന വസ്ത്രം എന്നെ പൊതിഞ്ഞു മുഹമ്മദ് മുസ്തഫ. വഉൽഹിംതു, എനിക്ക് ഇൽഹാമും കിട്ടി. അന്നഹ മിൻ സയ്യിദിൽ മുർസലീൻ, അത് റസൂലുള്ളാഹിന്റെ ഭാഗത്തുനിന്ന്. അതിന് മുമ്പ് റസൂലുള്ളാഹ് എന്നെ കഴുത്തിൽ കഴുത്തിട്ട് ചുംബിച്ച് ഒരു പ്രത്യേക അവസ്ഥ എനിക്കുണ്ടായി. എത്ര കൊല്ലം കഴിഞ്ഞിട്ട്? നൂറ്റാണ്ടുകൾ അനവധി കഴിഞ്ഞിട്ട് വഫാത്തായിട്ട്. ഇതെങ്ങനെ നിഷേധിക്കുക സുന്നികൾ? ഇത് സുന്നികൾക്ക് എങ്ങനെ നിഷേധിക്കുക? സുന്നികളായ നമ്മൾ പറയുന്നത് നമ്മൾ ഗസാലി ഇമാം പറഞ്ഞതും അങ്ങനെയാണ് ഇപ്പം നമ്മളെ തീരുമാനം. അതന്നെ അങ്ങനെ തന്നെ തീരുമാനം വേണ്ടതും. ഗസാലി ഇമാം പറഞ്ഞത്, ഷാഫി ഇമാം പറഞ്ഞത്, പിന്നെ അതേപോലെ തന്നെ ഷഹറാനി ഇമാം പറഞ്ഞത്, ഇങ്ങനെയുള്ള വലിയ വലിയ ഇമാമിങ്ങൾ പറഞ്ഞത്, സുയൂത്തി ഇമാം പറഞ്ഞത്, ഇതൊക്കെയാണ് സുന്നി ദീന്. ഇതാണ് ഒരു സുന്നിയുടെ ദീന്. സത്യമാണ്. അങ്ങനെയുള്ള പ്രഭാഷണങ്ങളും ഈ അടുത്ത ദിവസം ഞാൻ കേട്ടു. ശരിയാണ്, അതന്നെ പറയേണ്ടത്. ഇതന്നെ പറഞ്ഞത് ഇതെങ്ങനെയാണ്? ഇമാമിനെ നമ്മൾ സ്വീകരിക്കുമെന്ന് പറയുക, പിന്നെ എങ്ങനെ നിഷേധിക്കാം? ജലാലുദ്ദീൻ സുയൂത്തി ഇമാമിനെ സ്വീകരിക്കുമെന്ന് പറയുക, പിന്നെ എങ്ങനെ നിഷേധിക്കുക? ഷഹറാനി ഇമാമിനെ സ്വീകരിക്കുമെന്ന് പറയുക, പിന്നെ എങ്ങനെ നിഷേധിക്കുക? അബുൽ ഹസൻ ഷാദുലി ഇമാമിനെ നമ്മൾ സ്വീകരിക്കുമെന്ന് പറയുക, പിന്നെ എങ്ങനെ നിഷേധിക്കുക? ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹുവിനെ നമ്മൾ സ്വീകരിക്കുമെന്ന് പറയാ, പിന്നെ എങ്ങനെ നിഷേധിക്കുക? കാരണം ഇതുപോലത്തെ നൂറുകണക്കിന് അനുഭവം ഉണ്ടായിട്ടുണ്ട്. ആർക്ക്? ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനിക്ക് റളിയല്ലാഹു അൻഹു. അവണ്ണം നമ്മുടെ അവരുടെ റൂഹും അവിടെ വരുന്നവരെ. കഴിഞ്ഞ പ്രഭാഷണത്തിലും ഞാനത് സൂചിപ്പിച്ചു. അപ്പോൾ നമുക്ക് ഹബീബായ നബിയെ നേരിട്ട് കാണാൻ കഴിയും, ഇന്നും കഴിയും എന്ന കാര്യത്തിൽ സംശയിക്കണ്ട. എന്തിനാ സംശയിക്കുന്നത്? രക്തം നോക്കിയാൽ നിനക്ക് ഷുഗർ എത്ര ഉണ്ട് എന്ന് തീരുമാനിക്കാൻ കഴിയും എന്ന് പറഞ്ഞാൽ നിഷേധിക്കണ്ട. എന്തുകൊണ്ട്? എനിക്ക് കഴിയുന്ന ശാസ്ത്രജ്ഞന്മാർ ഇവിടെ ഉണ്ട്, അത് പഠിക്കുന്ന ലാബിലെ ആളുകളുണ്ട്. എനിക്കും നിനക്കും കഴിയില്ല, നമ്മളത് പഠിച്ചിട്ടില്ല. എനിക്കിപ്പോ എന്റെ രക്തം നോക്കിയാൽ ഷുഗർ ഉണ്ടോ പ്രഷർ ഉണ്ടോ എന്നറിയില്ല. അതിന്റെ അർത്ഥം രക്തത്തിൽ ഷുഗർ ഇല്ല എന്നാണോ? അതിന്റെ അർത്ഥം നമുക്ക് ഇന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നേരിട്ട് കാണാൻ കഴിയുന്നില്ല എന്ന കാരണത്താൽ അല്ലാഹുവിന്റെ ഹബീബിനെ കാണാൻ കഴിയില്ല എന്നെങ്ങനെ പറയാ? എന്തുകൊണ്ട്? ഇന്ന് ഞാൻ പറഞ്ഞു, മഹാനായ ശൈഖ് റിഫായി ഞാൻ കണ്ടു, ചുംബിച്ചു റസൂലുള്ളാഹിന്റെ കൈ.
ആരാ പറയുന്നത്? ശൈഖ് റിഫായി റളിയല്ലാഹു അൻഹു. ആരാ രേഖപ്പെടുത്തിയത്? ഇക്കാലം വരെയുള്ള എല്ലാ ഇമാമിങ്ങളും ഞാൻ റസൂലുള്ളാഹിയിൽ നിന്നല്ലാതെ ഹിസ്ബുൽ ബഹർ പഠിച്ചിട്ടില്ല, റസൂലുള്ളാഹി എന്നെ നേരിട്ട് വന്ന് പഠിപ്പിച്ചതാണ് എന്ന് അബുൽ ഹസൻ അശ്ശാദുലി. എങ്ങനെ പരിശോധിക്കുക? സുന്നികളെ പരിശോധിക്കുക. ഞാൻ നീട്ടി പറയുന്നില്ല. ഈ 7ാമത്തെ പ്രഭാഷണവും നിങ്ങൾക്ക് മുന്നിൽ സമർപ്പിക്കുന്നു. സാമ്പിളുകൾക്ക് വേണ്ടി ചില ഇമാമിങ്ങളെ അനുഭവങ്ങൾ 2, 3, 4, 5 പ്രഭാഷണത്തിൽ ഓടിച്ച് ഞാൻ പറയും. കുറച്ചൊന്നുമല്ല, ഇന്നുണ്ട്. ഇന്നും 21ാം നൂറ്റാണ്ടിൽ മുസ്തഫ നബിയെ നേരിട്ട് കാണുന്ന ആളുകൾ ജീവിച്ചിരിപ്പുണ്ട്. ജീവിച്ച റസൂലുള്ളാഹിയെ നേരിട്ട് കണ്ട ആളുകൾ 21ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരിപ്പുണ്ട്. ഞാൻ അറിയും, പറഞ്ഞാൽ നിങ്ങളും അറിയും, പറഞ്ഞാൽ നിങ്ങളും അറിയും. കണ്ടവർ പറഞ്ഞിട്ടുണ്ട്, ഞാൻ നേരിട്ട് കണ്ടു. 21ാം നൂറ്റാണ്ടിൽ ആലിമീങ്ങൾ, 20അല്ല ഇന്ന് ലോകത്ത് ജീവിക്കുന്ന ആലിമീങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഞാൻ നബിയെ കണ്ടിട്ടുണ്ട്. 20ാം നൂറ്റാണ്ടിൽ ആലിമീങ്ങൾ പറഞ്ഞിട്ടുണ്ട്, 1ാം നൂറ്റാണ്ടിൽ ആലിമീങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഹിജ്റ 1ാം നൂറ്റാണ്ടിൽ ആലിമീങ്ങൾ പറഞ്ഞിട്ടുണ്ട്, 15ാം നൂറ്റാണ്ടിൽ ആലിമീങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അതിനിടയിലെ നൂറ്റാണ്ടിലെ ആലിമീങ്ങൾ പറഞ്ഞിട്ടുണ്ട്, കിതാബുകളിലുണ്ട്. ഇന്ന് കണ്ട ആളുകൾ ജീവിച്ചിരിപ്പുണ്ട്. അവരെ പറഞ്ഞാൽ അംഗീകരിക്കേണ്ടി വരും. എന്തുകൊണ്ട്? അവർ ലോകത്തെ അഗ്രേസരന്മാരായ ആലിമീങ്ങളാ. എങ്ങനെ ശരിക്കാം? അതുകൊണ്ട് ചിന്തിക്കണം. സത്യത്തെ പുകമറ കെട്ടി അടക്കരുത്. പഠിക്കാൻ തയ്യാറാകുക. വിദ്യാർത്ഥികൾ പഠിക്കണം. വിജ്ഞാനം പുകമറ കെട്ടി അടക്കാനുള്ള ശ്രമത്തെ നിങ്ങൾ അതിനെ പരാജയപ്പെടുത്തുകയും നേര് നിങ്ങൾ വെളിച്ചത്ത് കൊണ്ടുവരികയും ചെയ്യണം. പണ്ഡിതന്റെ നാവ് നേര് പറയാനുള്ളതാണ് എന്ന് മനസ്സിലാക്കണം. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. 7ാമത്തെ പ്രഭാഷണം നിങ്ങൾക്ക് മുന്നിൽ സമർപ്പിക്കുന്നു. 8ാമത്തെ പ്രഭാഷണവുമായി വീണ്ടും നാളെ കാണാൻ അള്ളാഹു തആല തൗഫീഖ് നൽകട്ടെ. വളരെ പ്രധാനപ്പെട്ട പല കാര്യങ്ങളും പറയാനുണ്ട്. ഈ പ്രഭാഷണം അവസാനിച്ചിട്ടേ മറ്റൊരു വിഷയം ആരംഭിക്കൂ.